എടോ തന്നോട് ഞാൻ ഓഫീസിൽ വന്നപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ വേക്കൻസി ഒന്നുമില്ലെന്ന്. സാറേ ഞാൻ ഓഫീസിൽ പോയപ്പോൾ ആ വേക്കൻസിക്കുള്ള ആളിനെ എടുത്തില്ലെന്ന് പറഞ്ഞു. അതേ ഞാൻ വന്നത്. അതിന് സാറിന് എക്സ്പീരിയൻസ് സ്റ്റാഫിനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാറേ. അതൊക്കെ ശരിയാ, പക്ഷെ തന്നെ എനിക്ക് വേണ്ട. എന്താ സാറേ അങ്ങനെ പറഞ്ഞു? പറയാൻ കാര്യം ഉണ്ടായിട്ട്. സാറിനെ ജോലിക്ക് എടുത്തിട്ട് ഞാനൊരു മോശം എംപ്ലോയി ആണെങ്കിൽ സാറിനെ പറഞ്ഞു കിട്ടും. പക്ഷേ ഈ ജോലി എനിക്ക് തരണേ സാറേ, പ്ലീസ്. എടോ തന്നെ ജോലിക്ക് എടുത്താലേ എൻ്റെ സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരും പണിയെടുത്ത് പോകും. അമ്മാതിരി ചെയ്തല്ലേ ഇയാൾ പഴയ സ്ഥാപനത്തിൽ ചെയ്തു വെച്ചേക്കുന്നത്. അത് ഈ കേരളം മുഴുവൻ പാട്ടാ. ഇതേ കൂടുതലല്ലോ ഞാൻ പറയണോ? സാറേ പ്ലീസ്. നടക്കത്തില്ല. നാളെ നീ എൻ്റെ സ്ഥാപനത്തിൽ ഈ തെമ്മാടിത്തരം കാണിക്കുന്നില്ലെന്ന് ആര് കണ്ട്? നിന്നെ ഈ സ്ഥാപനത്തിൽ നിന്നല്ല ഈ വീടിൻ്റെ പരിസരത്ത് പോലും കയറ്റം കൊള്ളാത്തവനാ. ഇറങ്ങിപ്പോടോ എടോ, ഇറങ്ങിപ്പോടോ. ശാന്ത, താനെന്തിനാ അവിടെ നിൽക്കുന്നത്? താനിങ്ങോട്ട് കയറുവാ. ഇതാ ജോണല്ലേ? പുള്ളി എന്താ ഇവിടെ? ഇവിടെ തനിക്ക് ഒറ്റ മനസ്സിലായത്? എന്റെ പൊന്നോ, എനിക്ക് ആ പിള്ളേർ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. മാത്രമല്ല അവരൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. താനൊന്ന് കണ്ടു നോക്കി. വേണ്ടോ മച്ചാ, ഞാനിത് നേരത്തെ കണ്ടതാ. എന്നാലും കൂടെ ജോലി ചെയ്യുന്ന പെണ്ണോടാൻ പോകൃതം കാണിച്ചപ്പോഴേ. അത് 1-2 വർഷം മുമ്പല്ലേ? എന്തായാലും സംഭവം എപ്പോഴും വരില്ല. ഞാൻ ഇന്നലെ ഫേസ്ബുക്കും ഇൻസ്റ്റയും യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ അടിക്കുന്ന കമന്റ് പെട്ട തള്ള പോലും സഹിക്കത്തില്ല. അയാൾ ഇവിടെ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നതാണ്? അതെ, ജോലി ചോദിച്ചു വന്നാ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് വേണ്ടായിരുന്നു. എന്തായാലും തനിക്ക് ജോലിക്ക് ആളെ ആവശ്യമുള്ളതല്ലേ? എന്ന് കരുതി എന്റെ സ്ഥാപനത്തിൽ പിടിച്ച് കയറ്റാൻ പറ്റുമോ ഈ പോക്കത്തിലൊക്കെ കാണിച്ചിട്ട്? അയാൾ വെറും പാവോ? പാവോ ഇവനോ? അതിന് തനിക്ക് നേരത്തെ ഇയാളെ അറിയോ? ഞാൻ തൃക്കല്ലൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് താൻ ഈ വീഡിയോ കണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ജോൺ ജോലി ചെയ്തിരുന്ന സ്ഥാപനം. ഞങ്ങളന്ന് സ്ഥിരമായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ആ ചുമ്മാ അതല്ല, അയാൾ തന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത്. താനും വീഡിയോ കണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി കാണും. ഈ വീഡിയോയ്ക്ക് ഒരു മറുവശമുണ്ട് തോമാച്ച, പക്ഷെ അത് ആർക്കും അറിയത്തില്ല. അതെന്തോട്ട് മറുവശം? ഈ ജോൺ ആ സ്ഥാപനത്തിലെ ജോലിക്കാരൻ മാത്രമല്ല, അയാളൊരു പാർട്ട്ണറും കൂടെ. ഇയാൾക്ക് കുടുംബ വഴി കിട്ടിയ ഒരു 15 ലക്ഷം രൂപ ഇയാൾ ആ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഇയാൾ ഈ മുതലാളിയോട് ഈ പൈസ തിരിച്ചു ചോദിച്ചു. മുതലാളി അത് കൊടുക്കത്തില്ല, കൊടുക്കാതെ ഒഴിഞ്ഞു മാറി. അങ്ങനെ തമ്മിൽ വഴക്കായി. പിന്നീട് അത് കയ്യാങ്കളിയായി. അയാളും അയാളുടെ സ്ഥാപനത്തിലെ ആൾക്കാരും ചേർന്ന് ഇയാളെ തല്ലിച്ചതച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ, എന്നിട്ട് അതിനൊരു തലക്കെട്ട് കൊടുത്തു. സ്ഥാപനത്തിലെ യുവതിയെ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ തല്ലിപ്പുറത്താക്കി എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി ഇയാളുടെ ജീവിതം കഴിഞ്ഞു. ഇത് കേസായില്ലേ? ആയി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പരാതി കഴമ്പില്ലെന്ന് പറഞ്ഞ് പുള്ളിയെ വെറുതെ വിട്ടു. പിന്നെന്തായാലും ഇയാൾക്ക് ജോലി കൊടുക്കാഞ്ഞത്? എൻ്റെ പൊന്നു തോമാച്ച, അയാളെ വെറുതെ വിട്ട കാര്യമൊന്നും അറിയാൻ ഇവിടെ ജനങ്ങൾക്കാർക്കും താല്പര്യമില്ല. പിന്നെ ഒരുത്തന്നെ ഇവിടെ നല്ലവനും മോശക്കാരനും ഒക്കെ ആക്കുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റും അതിൻ്റെ തലക്കെട്ടും ഒക്കെ ആണല്ലോ, അല്ലാതെ കോടതിയും നിയമമൊന്നുമല്ല.